ഇന്ത്യ അമേരിക്ക സ്വതന്ത്ര വ്യാപാര കരാർ ഒടുവിൽ യാഥാർത്ഥ്യത്തിലേക്ക്. ഇടക്കാല കരാറിന്റെ രൂപരേഖ തയ്യാറായി. ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറത്തുവിട്ടു. വ്യാപാര കരാറിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് വാണിജ്യകാര്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക വ്യാപാര ഇടപാടുകൾ $500 ബില്യൺ എത്തിക്കുകയാണ് വ്യാപാര കരാറിന്റെ ലക്ഷ്യം. അമേരിക്കയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ തീരുവ വെട്ടിക്കുറക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യും. കാർഷിക ക്ഷീര മേഖലകളിൽ രാജ്യ താൽപര്യം സംരക്ഷിച്ചുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. बनाना पल्प के शेप में, सिट्रस के जूस, गुआवा और मैंगो का पेस्ट, पाइनएप्पल का जैम, अब ये सभी वस्तुओं पर जो हमारे किसान भारत में बनाते हैं, इस पर अमेरिका में रेसिप्रोकल टैरिफ 50% से घटकर 0 हो जाएगा. 0. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ നികുതി 18% സുപ്രധാന മാറ്റം. ചൈന, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയതിനേക്കാൾ താഴ്ന്ന തീരുവയാണിത്. കരാർ പൂർത്തിയാകുന്നതോടെ ജനറിക് മരുന്നുകൾ, രത്നങ്ങൾ, വജ്രങ്ങൾ, വിമാനഭാഗങ്ങൾ എന്നിവയുടെ നികുതി 0 വ്യാപാര കരാർ ഉൾപ്പെടെ ഇന്ത്യയുടെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ട്രംപ് ആണല്ലോ എന്ന ചോദ്യത്തിൽ നിന്നും പീയൂഷ് ഗോയൽ ഒഴിഞ്ഞുമാറി. Major announcements include free trade and Russian oil announced by Donald Trump. Could you join? I mean, they have said it so many times, the MEA will respond to that. Anybody else? കരാർ ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തികാവസ്ഥയെ പരിപോഷിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയ മോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞു. കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് എന്നാണ് പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയത്. പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ പാർലമെന്റിൽ പറയുന്നില്ല എന്നതാണ് പ്രധാന ചോദ്യം. അതുൽ ചന്ദ്രനൊപ്പം D. ധനസുമോദ്, മീഡിയ 1, ഡൽഹി.